ഞാൻ ഇന്നും ഓർത്തു പോകുന്നത് 2018 വേൾഡ് കപ്പാണ്. ഒരു നല്ല ഗോൾ കീപ്പറുടെ അഭാവം എത്രമാത്രം ഭയക്കണമെന്ന് അർജന്റീനയെ കാണിച്ചു കൊടുത്തൊരു വേൾഡ് കപ്പ്. അക്കാലത്ത് ചിലപ്പോൾ ദൈവങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ആ ഗോൾ ബാറിന് കീഴിൽ ഒരു കഴിവുറ്റ പ്രതിഭ തന്നെ അർജന്റീനക്ക് നൽകണമെന്ന്. അങ്ങനെ 2020 കോപ്പ അമേരിക്കയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നു. ലിയണൽ സ്കലോണി എന്ന പുതിയ തന്ത്രജ്ഞൻ അവരുടെ ഗോൾ ബാറിന് കീഴിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അന്നത്തെ ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനെയാണ്. ഒരിക്കലും ലിയണൽ സ്കലോണിക്ക് പിഴച്ചില്ല എന്ന് വേണം പറയാൻ. 2018 വേൾഡ് കപ്പ് ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ നിന്നുകൊണ്ട് സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ട മാർട്ടിനസ് 2020 തൻ്റെ സ്വപ്നം പൂവണിക്കുന്ന ഒരു ദൃശ്യമാണ് ലോക ഫുട്ബോൾ കണ്ടത്. തൻ്റെ രാജ്യത്തിനായിട്ട് ആ ഗ്ലൗൺ ധരിച്ച് ഒരു മാലാകയെപ്പോലെ ഗോൾ ബാറിന് കീഴിലിരിക്കുന്നു. ഈ വർഷത്തെ കോപ്പ അമേരിക്ക ഒന്ന് എടുത്തു നോക്കിയാൽ മതി, അത്ര നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു ഗോൾ കീപ്പർ ഉണ്ടാവില്ല. അവസാനം ലിയണൽ മെസ്സി ആ കനക കിരീടത്തിൽ കയ്യേന്തുമ്പോൾ നന്ദി പറയേണ്ടത് ഈ ഒരു മനുഷ്യന് തന്നെയാണ്. അതെ, എമിലിയാനോ മാർട്ടിനസിന് തന്നെ. ആ കോപ്പ അമേരിക്കയെ ഏറ്റവും വലിയ അവകാശി എന്ന് പറയുന്നത് മാർട്ടിനസ് ആയിരിക്കും. കൊളംബിയയെ പരാജയപ്പെടുത്തിയ ആ ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ട് മാത്രം കണ്ടു നോക്കിയാൽ മതി എമി എത്രമാത്രം കോൺഫിഡൻസ് ആയിരുന്നു എന്ന്. ഇന്ന് ആർസണൽ പോലെയുള്ള വലിയ വലിയ ക്ലബ്ബുകളൊക്കെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇജാതി ഒരു താരത്തെയാണ്. ഒരിക്കൽ അവർ രണ്ടാം ഗോൾ കീപ്പറായിട്ട് പ്രയോഗിച്ചിരുന്ന എമിലിയാനോ മാർട്ടിനസ് ആണ് ഇന്ന് വേൾഡിലെ തന്നെ ഏറ്റവും നല്ല ഗോൾ കീപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു കോപ്പ അമേരിക്ക കൊണ്ടൊന്നും എമിയുടെ തേരോട്ടം അവസാനിക്കുന്നില്ല. വേൾഡ് കപ്പിലെ എമിലിയാനോ മാർട്ടിനസ് നെയ്തെടുത്തു കൊടുത്തത് നമ്മൾ എത്രമാത്രമാണെന്ന് കണ്ടു കഴിഞ്ഞു. വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെ അടിപതറിച്ച് വിട്ടത് എമിലിയാനോ മാർട്ടിനസ് ആണെന്ന് പറയാം. അത്രക്കും കോൺഫിഡൻസോടുകൂടി വലിയ സമ്മർദ്ദങ്ങളുള്ള മത്സരത്തിലും ആ ഗോൾ ബാറിന് കീഴിൽ തൻ്റെ കൈകൾ വിരിക്കാൻ കെൽപ്പുള്ള ഒരു കളിക്കാരനാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്നത്. 2014 റൊമേറയെ ഓർമ്മിപ്പിക്കും വിധമാണ് ഇന്ന് എമിലിയാനോ മാർട്ടിനസ് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടം കൊണ്ടൊന്നും എമിലിയാനോ മാർട്ടിനസിന്റെ തേരോട്ടം അവസാനിക്കുന്നില്ല. ഇക്കൊല്ലവും കോപ്പ അമേരിക്കയിലേക്ക് വരുമ്പോൾ അത്രമേൽ ഒരു മുഴുനീള ആധിപത്യത്തോടു കൂടി തന്നെയാണ് എമിലിയാനോ ആ ഗോൾ ബാറിന് കീഴിൽ പിടിച്ചു നിൽക്കുന്നത്. ഈ 4 വർഷം കൊണ്ട് സാക്ഷാൽ ലിയണൽ മെസ്സിയേക്കാളും ഹേറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുതലാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻറ്റും കൊണ്ടാണ്. പലരും ഇന്ന് അഹങ്കാരി എന്നൊക്കെ വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിലും അയാളേക്കാൾ നല്ലൊരു ഗോൾ കീപ്പർ ഇല്ല എന്ന് വേണം പറയാൻ. പേടിക്കണ്ട എന്നുള്ള ഒരു ധൈര്യം മുന്നേ കളിക്കുന്ന ആൾക്കാർക്കൊക്കെ നൽകുന്ന ആളാണ് എമി എന്ന് പറയുന്ന ഒരു കളിക്കാരൻ. കാരണം അർജന്റീനയുടെ ഡിഫൻസ് ആവട്ടെ മധ്യനിരയാവട്ടെ അവർക്കെല്ലാം ആത്മധൈര്യം പകർന്നു കൊടുക്കുന്ന പോലെയുള്ള ചാഞ്ചാട്ടമാണ് എമിലിയാനോ മാർട്ടിനസ് ഇന്ന് ആ ഗോൾ ബാറിന് കീഴിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രമേൽ ധൈര്യം വെച്ചിട്ടാണ്, അത്രമേൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടാണ് എമി ആ ഗോൾ ബാറിന് കീഴിൽ തൻ്റെ കൈകൾ വിരിക്കുന്നത്. എതിരെ വരുന്ന പെനാൾട്ടി കിക്കറുടെ ആവേശങ്ങളും അതല്ലെങ്കിൽ ആത്മധൈര്യങ്ങളൊക്കെ എങ്ങനെ കെട്ടണപ്പിക്കാം എന്ന് എമിക്കറിയാം. എതിരെ വരുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ റീഡ് ചെയ്യാം, അതല്ലെങ്കിൽ 100% തനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ്, ഒരു ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്നത്. പെനാൾട്ടിക്ക് ഇത്രമേൽ മികച്ച ഒരു ഗോൾ കീപ്പറെ ഇന്ന് ലോകം കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് തൻ്റെ അച്ഛന് കടം കയറിക്കൊണ്ട് കരഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പിഞ്ചുബാലൻ തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരു കഥയുണ്ട്. അതിൽ എഴുതപ്പെട്ടത് ഇങ്ങനെയാണ്: ആ അച്ഛൻ്റെ കടം തീർക്കാനും അവൻ്റെ ലക്ഷ്യങ്ങൾ പൂവണിപ്പിക്കാനും വേണ്ടി ഏതറ്റവും പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു പിഞ്ചുബാലൻ. ആ പിഞ്ചുബാലനാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്നത്. ഒരു ധൈര്യമായിരിക്കും ഇന്നും എമിലിയാനോ മാർട്ടിനസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീ കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന അർജന്റീനയുടെ മത്സരം നമ്മൾ കണ്ടു. മെസ്സി പെനാൾട്ടി പുറത്തേക്ക് അടിക്കുന്നു. മെസ്സിയെ പോലെയുള്ള എല്ലാ താരങ്ങളെയും പിടിച്ചു കെട്ടുന്നു. ഇക്വഡോറിയൻ മലനിരകളെ അവരെ അർജന്റീനയെ ആകെ മൊത്തം സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. അത്രക്കും കോൺഫിഡൻസ് എല്ലാ താരങ്ങൾക്കും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പോരാത്തതിന് ആഡഡ് ടൈം ആയിട്ടുള്ള 91-ാം മിനിറ്റിലാണ് ഗോൾ വീകുന്നതും. എന്നിട്ടും ആ ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് പോകുമ്പോൾ എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്ന ഗോൾ കീപ്പറുടെ ധൈര്യം, കോൺഫിഡൻസ് നമ്മളൊന്ന് ഓർത്തു നോക്കണം. ഇക്കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ അയാൾക്കൊരു പേരുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഓൺ ഗോൾ വാങ്ങിച്ചു കൂട്ടിയ ഒരു ഗോൾ കീപ്പർ എന്ന്. ആ ഒരു നാണക്കേടിൻ്റെ മറകളെല്ലാം നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. തുറന്നു നോക്കുക, എമിലിയാനോ മാർട്ടിനസ് ആരാണ് എന്താണ് എന്നെല്ലാം കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോട്ടലി ഈ കരിയറിൽ തന്നെ 24 പെനാൾട്ടി ഷൂട്ട് ഔട്ടുകളിൽ 13 സേവ് ആക്കിയിട്ടുള്ള ഒരു കളിക്കാരനാണ് എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലേക്ക് വരുന്ന പെനാൾട്ടി ഷൂട്ടൗട്ടുകളിൽ പകുതിയും ഗോളാവാൻ സാധ്യതയില്ല എന്ന് ഇന്ന് ലോകം വാഴ്ത്തപ്പെടുന്ന ഒരു കളിക്കാരൻ.
നിങ്ങൾ ഏതൊരു ദൈവത്തെ കൈവിട്ട് കഴിഞ്ഞാലും അവസാന നിമിഷത്തിലെ എമിലിയാനോ മാർട്ടിനസ് എന്ന പേരിനെ കൈവിടാതിരിക്കുക. കാരണം അവനിലാണ് ആൽബി സെലസ്റ്റിയം പ്രതീക്ഷകൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കൺകൾ ആൾത്താക്കും കുരുവാല.